1910 നവംബർ 23 അമേരിക്കൻ ജനത ആ ഒരു ദിവസം ഒരിക്കലും മറക്കാനിടയില്ല. അന്നാണ് പെൻറ്റോൺവില്ലി ജയിലിൽ വെച്ച് ഡോക്ടർ ക്രിപ്പനെ തൂക്കിക്കൊല്ലുന്നത്. തൻ്റെ മുന്നിലേക്ക് വരുന്ന രോഗികൾക്കും മരണാസന്നർക്കും രക്ഷകനായി മാറേണ്ട ഡോക്ടർ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളിയായി തീർന്ന കഥ. ഡോക്ടർ ക്രിപ്പൻ്റെ ഈ ഒരു കൊലപാതകം ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത്, വയർലെസ് ടെലഗ്രാഫ് തുടങ്ങിയ ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ ഈ കുറ്റകൃത്യം തെളിയിക്കാൻ ഉപയോഗിച്ചു എന്നതും. രണ്ടാമത്തേത്, കൊല്ലപ്പെട്ട വ്യക്തി അമേരിക്കയിലെ പ്രമുഖ സംഗീതജ്ഞയായിരുന്നു എന്നതുമാണ്. അതിനാൽ തന്നെ പത്രമാധ്യമങ്ങൾ ഈ സംഭവത്തിന് ഏറെ പ്രാധാന്യം നൽകുകയും ചെയ്തു. 1862 സെപ്റ്റംബർ 11 അമേരിക്കയിൽ ജനിച്ച ഹാവ്ലെ ഹാർവി ക്രിപ്പൺ എന്ന ഡോക്ടർ ക്രിപ്പൺ ഒരു ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു. ഡോക്ടറായി സേവനം ആരംഭിച്ച ആദ്യ നാളുകളിൽ തന്നെ അയാൾ വിവാഹിതരുമായി. ചാർലോട്ട് ക്രിപ്പൺ എന്നായിരുന്നു ആ യുവതിയുടെ പേര്. എന്നാൽ അധിക നാൾ ആ ദാമ്പത്യം നീണ്ടു നിന്നില്ല. പിന്നീട് അയാൾ തൻ്റെ ക്ലിനിക്കിൽ സ്ഥിരം സന്ദർശികയായ ചുറുചുറുക്കും സൗന്ദര്യവും ഒത്തിണങ്ങിയ കോറ ടർണറെ വിവാഹം കഴിക്കുന്നു. അവൾക്കന്ന് 17 വയസ്സായിരുന്നു പ്രായം. 1893 നടന്ന ആ വിവാഹശേഷം 1900 ഇരുവരും ലണ്ടനിലേക്ക് പറന്നു. അവിടെ വെച്ചാണ് കോറ ടർണർ സംഗീതത്തോടുള്ള അവളുടെ ആഭിമുഖ്യം കൂടുതലായി പ്രദർശിപ്പിക്കാൻ തുടങ്ങിയത്. പതുക്കെ പതുക്കെ അവൾ സംഗീത സഭയിൽ ഒരു സ്ഥാനം പിടിച്ചെടുത്തു. അവിടെ വെച്ചാണ് അമേരിക്കൻ ഗായകനായ ബ്രൂസ് മില്ലറെ കോറ ടർണർ പരിചയപ്പെടുന്നത്. ഇടയ്ക്കിടയ്ക്കുള്ള സംഗീത സഭകളിലെ കണ്ടുമുട്ടൽ അവരിൽ പുതിയ സൗഹൃദം വളർത്തി. അതോടെ കോറ ടർണറും ഭർത്താവ് ഡോക്ടർ ക്രിപ്പനും തമ്മിൽ അകലാൻ തുടങ്ങി. ഇതേ സാഹചര്യത്തിലാണ് ഡോക്ടർ ക്രിപ്പൻ എത്രിൻ ലീവ് എന്ന അവിവാഹിതയായ യുവതിയുമായി പരിചയത്തിലാകുന്നത്. എത്രിൻ ലീവ് ഡോക്ടർ ക്രിപ്പന്റെ ദാമ്പത്യ ജീവിതത്തെ അസാരസ്യങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചെങ്കിലും അത് രംഗം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. ഇതറിഞ്ഞ കോറ ടർണർ പൊട്ടിത്തെറിച്ചു. തകർന്ന ദാമ്പത്യവും സാമ്പത്തിക ബുദ്ധിമുട്ടും ഡോക്ടർ ക്രിപ്പനെ വളരെയധികം അസ്വസ്ഥനാക്കി. മാസാവസാനത്തോടെ നടത്താറുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള പാർട്ടിക്ക് ഡോക്ടർ ക്രിപ്പൻ അതീവ താല്പര്യത്തോടെ ക്രമീകരണങ്ങൾ നടത്തി. എന്നാൽ ഡോക്ടർ ക്രിപ്പന്റെ ഉള്ളിൽ സംഗീതജ്ഞയും തൻ്റെ ഭാര്യയുമായ കോറ ടർണറോടുള്ള പക നീറിപ്പൊകിയുന്നുണ്ടായിരുന്നു. വെളുക്കുവോളം സുഹൃത്തുക്കളുമായി അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടു. എന്നാൽ കോറ ടർണർ പോലും അറിയാതെ അവൾ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ ക്രിപ്പൻ അവൾ കുടിച്ച മദ്യത്തിൽ മാരകമായ വിഷം ചേർത്തതറിയാതെ. വിഷം ഉള്ളിൽ ചെന്നതിനെ തുടർന്ന് കോറ ടർണർ മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു വീണു. എന്നാൽ കോറ ടർണർ മദ്യലഹരിയിലാണെന്നാണ് സുഹൃത്തുക്കൾ വിചാരിച്ചത്. ഡോക്ടർ ക്രിപ്പൻ അവളെ തൻ്റെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി. സുഹൃത്തുക്കളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ക്രിപ്പൻ മുറിയിലേക്ക് വന്ന് തൻ്റെ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന കോറ ടർണറെ നോക്കി പകയോടെ ചിരിച്ചു. അയാൾ അവളുടെ ശരീരത്തിൽ നിന്നും മാംസങ്ങൾ അടർത്തിയെടുത്ത് കുഴിച്ചിട്ടു. എല്ലുകൾ തീയിൽ കത്തിച്ച്